സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ലാപ്ടോപ്പ് സെക്ഷൻ പ്ലീസ്. ആ സെക്ഷനോട്ട് പോക്കോ സർ. താങ്ക് യു. ഇതിനു മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിസ്റ്റർ ചെറിയാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്ത ഇൻറ്റൻസീവ് റിസർച്ചിൽ മനസ്സിലായത് സിദ്ധന്മാർക്ക് ആൾട്ടർനേറ്റീവ് എനർജിയെക്കുറിച്ച് നല്ല അറിവുകളുണ്ട്. അതെല്ലാം വരും തലമുറകൾക്ക് കൈമാറുന്നതിനായി താളിയോലകളിൽ നാരായം കൊണ്ട് എഴുതി തീർത്തു വച്ചിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം പളനിമലയുടെ അടിവാരത്തുള്ളതായ ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പ്രൊഫസർ ചെറിയാൻ ഫ്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. തേടിയ വള്ളി കാലിച്ചുറ്റി. സാർ, അത് ഐ എം സോറി ടു സേ ദിസ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആദിത്യനെക്കുറിച്ച് കമ്മീഷണറിൽ വ്യക്തമായ കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്തതാണ്. ഞാൻ ഡൽഹി വരെ പോയിട്ട് വന്നപ്പോൾ ഫയർ ആക്സിഡൻറ്റിൽ കമ്മീഷണർ മരിച്ചെന്ന്. സാർ, ആദിത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ജയിലിൽ ചാടിയത് വളരെ ഡേഞ്ചറാണ്. പ്ലീസ് ഉടനെ അവനെ അറസ്റ്റ് ചെയ്യണം സാർ. സോറി സാർ. ചെറിയൻ ഹിയർ. സാർ, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം സംസാരിക്കുന്നു. ഒരു കേസിന്റെ കാര്യത്തിന് സാറിനെ കാണണം. എന്താ നിങ്ങൾ പറഞ്ഞ AC വിക്രം? യെസ് സാർ. സാർ, നിങ്ങളല്ലേ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം? ഓ സോറി സാർ, വേറൊരുത്തൻ ഞാനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ, പ്രൊഫസർ വരെ എത്തിയല്ലേ? സ്പീക്കർ. യാ, പറഞ്ഞോളൂ സാർ. നിങ്ങളും കമ്മീഷണറും ആദിത്യ എന്നൊരാളെ കുറിച്ച് സംസാരിച്ചു. സാർ, നിങ്ങൾ മീറ്റ് ചെയ്ത വിവരം അറിഞ്ഞ് ആദിത്യ കമ്മീഷണറെ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞു? അതെ സാർ. ഒരു കേസിൽ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് അവനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലായത്. പവറോ? അതെ സാർ. കൂട് വിട്ട് കൂട് മാറുന്ന ശക്തി. ഇപ്പൊ എന്റെ ശരീരത്തിൽ അവനും അവന്റെ ശരീരത്തിൽ ഞാനുമാണ്. സാർ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്ത പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ വായിച്ചു. അതിൽ ബോഗന്റെ താളിയോലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ താളിയോല എങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാർ? അതിൽ നിന്നായിരിക്കും ഈ ശക്തിയെല്ലാം കിട്ടിയിരിക്കുക. ഭാഗ്യം അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ആ താളിയോല കൈക്കലാക്കി. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയാം സാർ. എനിക്ക് വീണ്ടും വിക്രമായി ജീവിക്കണം. ആദിത്യനെ നശിപ്പിക്കണം. അതിന് സാറിന്റെ സഹായം വേണം സാർ. സാറിന് കൊണ്ടത് പറ്റും. പ്ലീസ്. ഓക്കെ, എവിടെ വരണം? 11 o'clock സ്കൈ മാളിൽ മീറ്റ് ചെയ്യാം സാർ. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ പിക്ക് ചെയ്തോളാം. ശരി. പ്രൊഫസർ സാർ, എന്നെ മറന്നത് കണ്ടില്ലേ? താങ്കളുടെ അസിസ്റ്റന്റ് ആദിത്യ. അവൻ എപ്പോഴും ഈ ഒരു ജോലിയുള്ളൂ. എല്ലാരെയും ഫോൺ ചെയ്ത് ആപത്തിലാക്കും. ആദ്യം കമ്മീഷണർ, ഇപ്പൊ താങ്കളും. എന്താ ആദിത്യ, നിന്റെ ശക്തി കുറഞ്ഞതുപോലെ? താഴെ വെക്കടാ താഴെ. എടാ മോനെ, 30 വർഷമായിട്ട് ഓലയ്ക്ക് വേണ്ടി അലഞ്ഞ് 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 അതിനിടയ്ക്ക് നീ വന്ന് അടിച്ചോണ്ട് പോയി അല്ലടാ. ആ പവർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ CM PM എന്തിന്? അമേരിക്കൻ പ്രസിഡന്റ് ശരീരത്തിൽ കയറി ഈ ലോകം ഞാൻ എന്റെ കൈക്കുള്ളിലാക്കിയേനെ. എന്നാ നീയോ ഒരു പോലീസുകാരൻ്റെ അച്ഛന്റെ ശരീരത്തിൽ കയറി മോഷ്ടിച്ച് നാണം കെട്ട് അപമാനിതനായി. അയ്യയ്യയ്യയ്യേ, എന്താടാ നോക്കുന്നേ? ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചോ? അല്ല ആദിത്യ, നിന്റെ പവർ എങ്ങനെ വർക്ക് ചെയ്യും? ഈ ശരീരത്തിൽ നിന്നും നിന്റെ ശരീരത്തിലേക്ക് പോയാലല്ലേ വേറൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയൂ. നേരിട്ട് ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോ നിന്റെ പവർ 0. ആദിത്യ, നിനക്ക് നിന്റെ ശരീരം വേണം. അത് കിട്ടണമെങ്കിലോ ഈ ഞാൻ വേണം. എന്തു ചെയ്യാനാ? അവൻ എന്നെയാ വിശ്വസിക്കുന്നത്. ഞാൻ പോയെങ്കിലേ അവൻ വരുവുള്ളൂ. അവനെ നീ എടുത്തോ. അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന താളിയോല ഞാൻ എടുത്തോളാം. അത്രേ ഉള്ളൂ. ഏയ്, ഓഫർ തരുവാണോ? ഞാൻ തരുന്നത് ഓഫറല്ല, ലൈഫ് പവർ. വേണമെങ്കിൽ എടുത്തോ, ഇല്ല തീർത്തേക്ക്. ഐ കെയർ ഡാം. ഓ കം ഓൺ ബോയ്, ദിസ് നോ ദ വേ, ജസ്റ്റ് ലൈക്ക് എ ഡീൽ. ആദ്യം അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ.
അവനെ തട്ടിയിട്ട് തന്നെ തട്ടാം. ഡീലിന് വന്നിരിക്കുന്നു. ഡൺ. അത് കലക്കി. ഹലോ. ഹലോ സാർ, ഞാൻ വിക്രമ. നമ്മൾ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല. എന്താ? മാളിൽ നിന്നാണ് സാർ സംസാരിക്കുന്നത്. ഇഡിയറ്റ്സ്, അവൻ മാളിലിരുന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? പിടിക്കവനെ. സാർ ഓക്കെ സാർ. നീ അവനെ ഫോളോ ചെയ്യ. സാറിന് ചുറ്റും മഫ്റ്റിയിൽ പോലീസുണ്ട്. പോലീസോ? ഞാൻ തിരിച്ചു വിളിക്കാം. സാർ ലൈൻ കട്ടായി സാർ. നീ ട്രൈ ചെയ്യ. എന്താടാ എന്നോട് ഡീൽ ഉറപ്പിച്ചിട്ട് മഫ്തിയിൽ പോലീസിനെ അയച്ച് എന്നെ ഫോളോ ചെയ്യുന്നു? ആരുടെ അത്? ഹലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ റൈറ്റിൽ എസ്കലേറ്റർ ഉണ്ട്. സാർ പ്രൊഫസറിന്റെ നമ്പറിലേക്കല്ല കോൾ വന്നത്. ഏതോ പുതിയ നമ്പറിൽ നിന്നാണ് അവർ വിളിക്കുന്നത്. പുതിയ നമ്പറോ? കീപ് ഗോയിങ് സർ. നിങ്ങൾ പ്രൊഫസർ. അവൻ എക്സലേറ്റർ കയറി പോകുന്ന നോക്ക്. ഫോളോ ചെയ്യേ വേഗം. സെക്കൻഡ് ഫ്ലോർ. എനിക്ക് രണ്ടുപേരും വേണം. ഷുവർ സർ. എൻട്രി എക്സിറ്റ് പാർക്കിംഗിൽ ഇരിക്കുന്ന ഒരു ക്യാമറ പോലും മിസ് ചെയ്ത് നോക്കണം കേട്ടോ. മൊത്തത്തിലായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. മുന്നോട്ട് വരും. എസ്കലേറ്ററിന്റെ താഴെ വരും. സെക്കൻഡ് ഫ്ലോർ. ആയിരക്കണക്കിന് നമ്പർ ട്രാക്കിംഗ് ആവുന്നുണ്ട് സാർ. ഇതിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. നേരെ വരൂ സാർ. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം സാർ. ക്രൗഡിനിടയിൽ മാത്രം വന്നാൽ മതി. നേരെ വരൂ സാർ. ഇപ്പോ പ്രൈമ ഷോപ്പില്ലേ, അവന്റെ പുറകെ തന്നെ പോ. ഞാൻ ഷോറൂമിന്റെ എൻട്രൻസിൽ തന്നെയുണ്ട്. അത്ര അടുത്ത് കൂടെ ഒന്നും പോവരുത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരറിയാൻ പാടില്ല. ഇപ്പൊ ടേൺ ചെയ്ത് അതേ ഡയറക്ഷനിൽ വരും. നേരെ നടക്കും സാർ. നിങ്ങളുടെ പുറകെ വരും സാർ. അവർ സാറിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കോട്ട് ഊരു സാർ. കുനിഞ്ഞ് കോട്ട് താഴെ ഇടും. ഗെറ്റ് അപ്പ് സാർ. ലെഫ്റ്റിലേക്ക് വരും. യെസ്. സാർ പ്രൊഫസറിനെ കാണാനില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ സഹായിക്കാൻ വന്നപ്പോൾ നിന്റെ ആൾക്കാർ എന്നെ ഓടിക്കുന്നു. ദേ കേട്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തെ എന്നെ കരുവാക്കരുത്. ജസ്റ്റ് ലീവ് മീ അലോൺ. സാർ, അവനെ കൊണ്ട് ആ പവർ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ചെയ്യണം സാർ, പ്ലീസ്. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാ? എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകണം സാർ. അതിനൊരു വഴി പറയൂ. എൻ്റെ വഴിയില്ല. അതിനവൻ വിചാരിക്കണം. ഒരു പക്ഷേ ആ താളിയോല കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് എന്തെങ്കിലും. സാർ, ആ താളിയോല കമ്മീഷണർ ഓഫീസിലാണ് സാർ ഉള്ളത്. ഞാനത് വേണമെങ്കിൽ. നിന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പോകാമെന്ന് വിചാരിച്ചാലും അതിങ്ങനെ. സാറിനെ കൊണ്ട് പറ്റും സാർ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സാർ, ഞാൻ പ്രൊഫസർ ചെറിയാനാണ് സംസാരിക്കുന്നത്. ആദിത്യൻ ഷോപ്പിംഗ് മാളിൽ നിന്നെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവനെ ഇന്ന് രക്ഷപ്പെട്ടു വന്നതാ. കൂടുവിട്ട് കൂടുമാറി ആദിത്യൻ സാറിന്റെ ശരീരത്തിൽ കയറിയുന്നു, എന്തൊക്കെയോ പറയുന്നു. സാറിനെ എനിക്ക് ഉടനെ കാണണം. അങ്ങനെ നിങ്ങളോട് പറയാൻ എന്നോട് പറയുന്നു. എന്തടാ എന്നോട് ഡീൽ ഓക്കെ പറഞ്ഞിട്ട് പുറകെ പോലീസിനെ അയച്ചിരിക്കുന്നല്ലേടാ? കമ്മീഷണർ ഓഫീസിലാണല്ലേ? എന്ത് ചെയ്യാനാ സാറേ, സിറ്റുവേഷൻ അങ്ങനെ. ലിസൺ ആദിത്യ, നിന്റെ പോലീസുകാർ അവനെ പിടിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിരിക്കുക. എന്നാൽ അവൻ എന്നെയാണ് ഇപ്പം വിശ്വസിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ടുപേർക്കും ഒന്നും കിട്ടാതെ പോകും. സോറി സാർ, സോറി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ സാറ് പറയും. ഇപ്പൊ നീ എവിടെ ഉള്ളത്? ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ തന്നെ ഉണ്ട് സാർ. ഉടനെ നീ പുറപ്പെട്ട MC റോഡിലെ ബ്രിഡ്ജിന്റെ അടുത്തെത്തണം. സാർ, നീ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകണം. സാർ, എവിടെ പോകേണ്ടത്? നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ECRൽ പോയിട്ട് ഒരു 4 മണിക്ക് തിരിച്ചു വാ. സാർ, പറഞ്ഞത് കേക്ക്. വിക്രം, ആദിത്യന് ഇവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഞാൻ എന്ത് ആ ചെയ്യും? ബ്ലൂടൂത്ത് ചെവിയിൽ ഘടിപ്പിക്കേ. ID കാർഡ് കഴുത്തിലിട്ടു സാർ. റിസപ്ഷനിലേക്ക് ചെല്ലൂ. സർവർ മെയിൻ്റെനൻസിന് വേണ്ടി വന്നതാ. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ, കൺഫേം ചെയ്യാം. എന്തെങ്കിലും ഒരു മറുപടി എന്നോട് പറയൂ മാഡം. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ. അവരോട് ഞാൻ പറയുന്ന പോലെ തന്നെ പറയും. നിങ്ങളുടെ മോൻ വീണായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടിക്ക്? കുഴപ്പമില്ല സാർ,
ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങി. സാറിന്റെ ID കാർഡ് ഒന്ന് തരൂ. ചോദിച്ചായിട്ട് മറുപടി വന്നില്ല, അവര് വരുന്നില്ല, ഇവര് വരുന്നില്ല. എന്താ ഇത്? മോശമല്ലേ? സർവീസ് എഞ്ചിനീയർ. ഇവിടുന്ന് റൈറ്റിൽ പോയി ലെഫ്റ്റ് എടുക്കും സാർ. ഓക്കെ സാർ. വെറുതെ കിടന്ന് ചിലക്കല്ലേ. നേരെ പൊയ്ക്കോളൂ സർ. ഓക്കെ റൈറ്റിലേക്ക്. വിക്രം, ഇപ്പം ഞാൻ കോറിഡോറിലാണുള്ളത്. പേടിക്കാതെ പോകും സർ. സർ, ആരെ കാണാനാ? സർ, കയ്യിലുള്ള വിസിറ്റർ പാസ് എടുത്ത് അത് കാണിക്കും. പിന്നെ സർവർ മെയിൻ്റെനൻസിന് വേണ്ടി വന്നതാ. സർ, എന്റെ റൂമിലേക്ക് പെട്ടെന്ന് വാ. ഓക്കെ സർ. സാറിനെ കൺട്രോൾ റൂമിലോട്ട് കൊണ്ടുപോകും. സർ, ആ വിളിച്ചോ സർ? പോയിക്കോ. സർ, സർവർ മെയിൻ്റെനൻസിന് വേണ്ടി വന്നതാ. ഹലോ സാർ. ഹലോ 15 മിനിറ്റ്സ് ഒരു സിസ്റ്റവും വർക്ക് ചെയ്യില്ലെന്ന് അവരോട് പറഞ്ഞേക്കേ. സാർ, ഒരു 15 മിനിറ്റത്തേക്കിന് ഒരു സിസ്റ്റം വർക്ക് ചെയ്യില്ല. എല്ലാവരോടും ഒരു 15 മിനിറ്റത്തേക്കിന് ബ്രേക്ക് എടുക്കാൻ പറയൂ സാർ. 15 മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ അല്ലേ? യെസ് സാർ, ഷുവർ സാർ. ലിസൺ, ഇനി 15 മിനിറ്റത്തേക്ക് ഒരു സെർവറും വർക്ക് ചെയ്യില്ല. ചെറിയൊരു ബ്രേക്ക് എടുത്തോ നിങ്ങളെല്ലാവരും. ഓക്കെ സർ. ഓക്കെ സാർ, ശരി. താങ്ക് യു. എല്ലാവരും പുറത്തു പോയോ? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഇരിക്കൂ സർ. ഞാൻ പറയുന്ന URL എൻ്റർ ചെയ്യൂ സർ. റൈറ്റ് കോർണറിൽ ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, നോക്കൂ. അതിൽ 19/9/2016 ഡേറ്റ് എൻ്റർ ചെയ്യും. ചെയ്തു വിക്രം. ഇത് ഒരുപാടുണ്ട്. അതിൽ മോർണിംഗ് 10:45 എൻ്റർ ചെയ്തിട്ട് റൈറ്റിൽ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്യാമറ 67 ചൂസ് ചെയ്യണം. 67 ഓപ്പൺ ആയി വിക്രം. എനിക്കത് വീഡിയോ കോളിൽ കാണിച്ചു തരൂ. വിക്രം, ഇതിലെ പ്രസാദ് ആരെന്ന് എനിക്കറിയില്ല. സർ, അവനാണ് സർ, പ്രസാദ്. ബാർമാൻ. സർ, റെക്കോർഡ് റൂമിലാണ് സർ താളിയോല ഉള്ളത്. അവിടെ നോക്കൂ. അകത്ത് പോയപ്പോൾ എവിഡൻസ് ബാഗുമായിട്ടാണ് പോയത്. പുറത്തേക്ക് വരും വെറും കൈയോടെയും. സർ, വേഗം റെക്കോർഡ് റൂമിലേക്ക് പോകും. വി ഗോട്ട് ഇറ്റ് സർ. സർ, റെക്കോർഡ് റൂം ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. സാറിന്റെ പാസ് അവിടെ പ്രവർത്തിക്കും. ധൈര്യമായിട്ട് വെക്കോളൂ. ഇതിനകത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ? വിക്രം, ഇവിടെ മുഴുവൻ റെക്കോർഡ്സ് ആണ്. താളിയോല ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സർ, ക്ഷമയോടെ നോക്കൂ സർ, അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി വിക്രം. എവിടെയാ? ഈ സ്ഥലത്ത് താളിയോല ഉണ്ടാവില്ല. സർ, ആ താളിയോല അവിടെ തന്നെയാ ഉള്ളത്. എന്താ ഞാൻ പറയുന്നത്? ശരിക്കൊന്ന് നോക്ക് സർ. അവൻ വരാൻ സമയം വേണ്ടി. വിക്രം, സമയം വെറുതെ പോകുന്നു. അതിവിടെ ഇല്ല. അതിവിടെയുണ്ട്. എന്താ തുറിച്ചു നോക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ്? എന്തോ പറഞ്ഞല്ലോ, ഇതിന്റെ പവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ CM PM അമേരിക്കൻ പ്രസിഡന്റിന്റെ ശരീരത്തിൽ വരെ കയറുമല്ലേ? ഞാൻ എന്താ അതൊക്കെ ചെയ്യാത്തെന്ന് അറിയാമോ? പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന, ടെൻഷൻ. വിക്രം, സോറി. ആദിത്യ, നമ്മുടെ ഡീൽ പ്രകാരം അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്ത സ്ട്രീറ്റിൽ കാറിലുണ്ട്. നീ അവനെ എടുത്തോ, എന്നിട്ട് ഈ താളിയോല എനിക്ക് തന്നേക്കത്താ. താങ്ക് യു. ഈ ഓഫർ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പാർട്ട്ണർ, നിന്റെ ഓൾഡ് പാർട്ട്ണർ നരകത്തിലേക്ക് പോയി. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നീ വരില്ല എന്നറിയാം. ഞാനേ ഒരു ഇമോഷണൽ വീഡിയോ എടുത്തിട്ടുണ്ട്, നിനക്ക് ഞാൻ അയച്ചു തരാം. അത് കണ്ടിട്ട് വരണോ വേണ്ടയോ എന്ന് നീ തന്നെ തീരുമാനിക്ക്.